പ്രിയപ്പെട്ടവരെ, ഞാനുള്ളത് കൂരിയാടാണ്. കൂരിയാട് നമ്മളെ ഹൈവേയിൽ കുളപ്പുറം പാടത്താണിത്. കുളപ്പുറം പാടത്ത് JCB അടക്കം ഒന്നായിട്ട് നമുക്ക് അതാ പോയിട്ടുണ്ട്. ഇതില് സർവീസ് റോഡില് നോക്കുക, 2-3 വാഹനങ്ങൾ കുടുങ്ങിയിട്ടുണ്ട്. സർവീസ് റോഡ് മൊത്തം വിണ്ട് കയറിയിട്ടുണ്ട്. വല്ലാത്തൊരു ഭീകര അന്തരീക്ഷമാണ് ഇവിടെ കണ്ടിട്ടുണ്ടെങ്കിൽ. കൂരിയാട് പുതിയ ദേശീയപാതയിൽ സർവീസ് റോഡും ആറുവരിപ്പാതയും ഇടിഞ്ഞു. സർവീസ് റോഡിലേക്കാണ് ദേശീയപാതയുടെ ഒരു ഭാഗം ഇടിഞ്ഞത്. വാഹനങ്ങൾ അടിയിൽ കുടുങ്ങിക്കിടക്കുകയാണ്. സർവീസ് റോഡിൽ വലിയ വിള്ളൽ രൂപപ്പെട്ടിട്ടുണ്ട്. ആറുവരിപ്പാതയിൽ ഉണ്ടായിരുന്ന മണ്ണ് മാന്തി യന്ത്രമടക്കം ഇടിഞ്ഞതിന്റെ ആഘാതത്തിൽ താഴ്ന്നിട്ടുണ്ട്. ചെമ്മാടുകാർക്കിതാ ഒരു സന്തോഷ വാർത്ത. ഡോണ്ട് മിസ് ദിസ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി. തൂബ ജ്വല്ലറി നിങ്ങൾക്കായി ഒരുക്കുന്ന കമ്മൽ ഫെസ്റ്റിൽ പങ്കെടുക്കുന്ന 10 ഭാഗ്യശാലികൾക്ക് നറുക്കെടുപ്പിലൂടെ വമ്പൻ സമ്മാനങ്ങൾ നേടാനുള്ള ഒരു സുവർണാവസരം. ഏപ്രിൽ 12 മുതൽ ജൂൺ 12 വരെ തൂബ ജ്വല്ലറിയിൽ നിന്ന് ആഭരണങ്ങൾ വാങ്ങുന്ന 10 ഭാഗ്യശാലികളെ കാത്തിരിക്കുന്നത് 1ാം സമ്മാനമായി റെഫ്രിജറേറ്ററും, 2ാം സമ്മാനമായി വാഷിംഗ് മെഷീനും, 3ാം സമ്മാനമായി ടിവിയും, അതിനു പുറമെ മറ്റനേകം ഗൃഹോപകരണങ്ങളുമായിട്ടാണ് ചെമ്മാട് തൂബ ജ്വല്ലറി നിങ്ങളെ കാത്തിരിക്കുന്നത്. തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾ നിങ്ങളായേക്കാം. ഓഫറുകൾ അവസാനിക്കുന്നതിന് മുൻപ് തൂബ ജ്വല്ലറി സന്ദർശിക്കൂ, സമ്മാനങ്ങൾ സ്വന്തമാക്കൂ. കോഴിക്കോട് നിന്നും തൃശൂർ ഭാഗത്തേക്ക് വരുന്ന ഭാഗത്താണ് കൂരിയാട് ജംഗ്ഷന് സമീപം സർവീസ് റോഡ് പാടത്തേക്ക് ഇടിഞ്ഞത്. ഇതിനു പിന്നാലെ പുതിയ ദേശീയപാത പ്രവൃത്തി നടക്കുന്ന ആറുവരിപ്പാതയും സർവീസ് റോഡിലേക്ക് ഇടിയുകയായിരുന്നു. കൂരിയാട് വളരെ ഉയരത്തിലാണ് ദേശീയപാത കടന്നു പോകുന്നത്. ആറുവരിപ്പാതയിലുണ്ടായിരുന്ന മണ്ണുമാന്തി യന്ത്രമടക്കം ഇടിഞ്ഞതിൻ്റെ ആഘാതത്തിൽ താഴ്ന്നിട്ടുണ്ട്. റോഡിൽ വലിയ വിള്ളലുകൾ രൂപപ്പെട്ടിട്ടുണ്ട്. 3 കാറുകൾ സർവീസ് റോഡിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. റോഡ് ഇടിഞ്ഞു വീണതിൻ്റെ ഇടയിൽപ്പെടുകയായിരുന്നു. തലപ്പാറിൽ നിന്നും കല്യാണത്തിന് പങ്കെടുക്കാനായി ഓഡിറ്റോറിയത്തിലേക്ക് പോകുന്നവരുടെ വാഹനമാണ് കുടുങ്ങിക്കിടക്കുന്നത്. ഒരു കാറിൻ്റെ ബോണറ്റിന് മുകളിലേക്ക് റോഡിൻ്റെ അവശിഷ്ടങ്ങൾ തെറിച്ചു വീണു. കാറിലുണ്ടായിരുന്ന 4ഓളം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. പരിക്കേറ്റവരെ സമീപത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. പാടം മണ്ണിട്ട് ഉയർത്തിയാണ് റോഡ് നിർമ്മിച്ചിട്ടുള്ളത്. സർവീസ് റോഡ് ഉയരമില്ല എന്ന് നേരത്തെ തന്നെ പരാതി ഉണ്ടായിരുന്നു. മഴ പെയ്താൽ ഇവിടെ വെള്ളക്കെട്ടുണ്ടാകാറുണ്ട്. സർവീസ് റോഡ് താഴ്ന്നതിനെ തുടർന്ന് പാടത്തെ മണ്ണ് ഉയർന്നിട്ടുണ്ട്. അതേസമയം ഇതുവഴിയുള്ള ഗതാഗതം നിരോധിച്ചിരിക്കുകയാണ്. വാഹനങ്ങൾ വഴിമാറ്റി വിടുകയാണ്. റോഡിൽ വലിയ വിള്ളലുകൾ രൂപപ്പെട്ടതിനാലും റോഡ് ഇടിഞ്ഞതിനാലും വാഹനങ്ങൾ വഴിമാറിപ്പോകാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സ്ഥലത്ത് പോലീസ് അടക്കമുള്ളവർ എത്തിയിട്ടുണ്ട്. അശാസ്ത്രീയമായ നിർമ്മാണമാണ് അപകടത്തിന് കാരണമെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. ഇവിടെ കൂരിയാട് ദേശീയപാതയിൽ പുതിയ ആറുവരിപ്പാത തകർന്നിരിക്കുകയാണ്. അതായത് സർവീസ് റോഡിൻ്റെ വലിയൊരു ഭാഗം ചെരിഞ്ഞുകണ്. ഓവുചാല ഇത് പോയിക്കണം. അതായത് സർവീസ് റോഡ് താന്ന് പോയിക്കണം. പിന്നെ നമ്മളെ മെയിൻ മേലക്കൂടി പോകേണ്ട മെയിൻ ഹൈവേയും അവിടെയും ഇടിഞ്ഞു ചാടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും വലിയൊരു അപകടത്തിൽ നിന്ന് ഭാഗ്യത്തു നിന്നാണ് കഴിച്ചത്. വലിയൊരു അപകടം. കാരണം മേലക്കൂടി വാഹനങ്ങൾ പോലെ തുടങ്ങിയാണ്. സർവീസ് റോഡിലൂടെ വാഹനങ്ങൾ പോകുന്നുണ്ട്. ആ വലിയൊരു ഭാഗ്യത്തിനാണ് അപകടത്തിൽ നിന്ന് നമ്മൾ രക്ഷപ്പെട്ടത്. അപ്പോൾ ഇത്രക്കും തീരെ യാതൊരു ശാസ്ത്രീയമായിട്ടുള്ള പരിശോധന നടത്താതെയാണ് ഈ ഹൈവേ നിർമ്മാണം ഇവിടെ നടന്നിട്ടുള്ളതെന്നാണ് ഈ അപകടത്തിൽ നിന്ന് വ്യക്തമാകുന്നത്. കാരണം ഹൈവേ പെട്ടെന്ന് ഈ പണി പൂർത്തിയാക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് പണി തുടങ്ങി ഈ പൂർത്തീകരിക്കണം എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ നിന്ന് യാതൊരു ശാസ്ത്രീയമായ പരിശോധന നടത്താത്തതിൻ്റെ ഒരു ഫലമാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. അതിന് ബന്ധപ്പെട്ടവർ ഉത്തരം പറഞ്ഞേ പറ്റൂ. ഒരുപാട് മനുഷ്യജീവനുകൾ പൊലിയേണ്ടതായിരുന്നു. ഭാഗ്യത്തിലാണ് രക്ഷപ്പെട്ടത്. അപ്പോൾ ഇതിൽ ബന്ധപ്പെട്ട അധികാരികൾ ഊർജിതമായ അന്വേഷണം നടത്തണം. ഇതിന് കുറ്റക്കാർക്കെതിരെ നടപടി എടുക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ബ്രിഡ്ജിൻ്റെ തള്ളിയോട് കൂടി മണ്ണിന് തള്ളിയോട് കൂടിയുണ്ട്. നന്നായിട്ട് മണ്ണ് നന്നായിട്ട് ഇതായി. എന്നിട്ടാണ് ഈ മണ്ണ് പൊന്തിയത്. ഇത് മണ്ണിട്ടല്ല, അത് പൊന്തിക്കാണ്ട് നിൽക്കുകയാണ്. ഇപ്പോൾ ഓവാലം സർവീസ് റോഡിൻ്റെ ഓവാലം മണ്ണിൻ്റെ അടിയിലാണ്. അങ്ങനെയാണ് ഇപ്പം നിലവിലുള്ളത്. ഇനി ഇത് പാലാണ് ഏറ്റവും സേഫ്. ഈ മണ്ണിലുള്ള പരിപാടി, ഈ കട്ടച്ചാണ്ടുള്ള പരിപാടിയൊക്കെ ഒഴിവാക്കണം. നല്ല സേഫ്റ്റിയിൽ പാലം കൊണ്ടുവരണം. ഇനി അതാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്. പ്രിയപ്പെട്ടവരെ, ഞാനുള്ളത് കൂരിയാടാണ്. കൂരിയാട് നമ്മളെ ഹൈവേയിൽ കുളപ്പുറം പാടത്താണിത്. കുളപ്പുറം പാടത്ത് JCB അടക്കം ഒന്നായിട്ട് നമുക്ക് അതാ പോയിട്ടുണ്ട്. ഇതില് സർവീസ് റോഡിൽ നോക്കുക, 2-3 വാഹനങ്ങൾ കുടുങ്ങിയിട്ടുണ്ട്. സർവീസ് റോഡ് മൊത്തം വിണ്ട് കയറിയിട്ടുണ്ട്. വല്ലാത്തൊരു ഭീകര അന്തരീക്ഷമാണ് ഇവിടെ കണ്ടിട്ടുണ്ടെങ്കിൽ കേട്ടാ. അത് വലിയൊരിതാണ്. ജനങ്ങളാരും അങ്ങോട്ട് പോകാതെയൊക്കെ വലിയ അപകട ഇതിലാണ് നമ്മളുള്ളത്. എല്ലാവരും മനസ്സിലാക്കുക. കഴിയുന്ന ആൾക്കാരും ഇങ്ങോട്ട് വരരുത്. അതും കൂടി അറിയിക്കുകയാണ്. കാരണം നമുക്ക് പോകാൻ പറ്റൂല. കാരണം എന്താണ് ഇതിന്റെ അവസ്ഥ എന്നറിയില്ല. കാരണം മൊത്തം ഇവിടെ
ചെറിയൊരു പ്രശ്നങ്ങളൊന്നുമല്ല. നമ്മൾ ആദ്യമേ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. കാരണം അത്രയും ഉയർച്ചയാണ്. നമുക്കറിയാം ഈ കൂരിയാട് ഭാഗത്ത് ഭയങ്കര ഉയർച്ചയാണ് വന്നിട്ടുള്ളത്. ഒരു 4-5 ബിൽഡിങ്ങിന്റെ ഉയർച്ചയാണ് ഇവിടെ ഉള്ളത്. റോഡ് പോകുന്നത് അത്രയും ഭാഗമുണ്ട്. അപ്പോൾ മുഴുവനും ഈ ഭാഗത്തുള്ള വണ്ടികൾ മൊത്തം സ്റ്റോപ്പായിരിക്കുകയാണ്. ഹൈവേ കൂടെയുള്ള മുഴുവൻ വണ്ടികൾ നിർത്തിയിട്ടുണ്ട്. ഇവരെ നിങ്ങളെല്ലാവരും അറിയിക്കുകയാണ്, കുളപ്പുറം ഭാഗത്തുനിന്ന് ഒഴിവാക്കി പോവുക. കാരണം ഈ ഭാഗത്തേക്ക് എല്ലാ സർവീസും നിർത്തിവെച്ചിരിക്കുകയാണ്. രണ്ട് കാറുണ്ടല്ലോ അവിടെ. കൂരിയാട് ജംഗ്ഷന്.